പ്രതാപൻ കലിപ്പിലാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. അദ്ദേഹം കലിപ്പിൽ ആയില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. നേതാക്കൾ പ്രതിച്ഛായ മോശമാകാതെ സൂക്ഷിക്കുക എന്ന കർത്തവ്യത്തിൽ നിരതരായിരിക്കുന്ന ഇലക്ഷൻ കാലഘട്ടത്തിൽ പ്രതാപന് മേൽ അനാവശ്യ ആരോപണങ്ങൾ വന്നാൽ അദ്ദേഹം ക്ഷമിക്കുമോ? തന്നെ അപകീർത്തിപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ മേയറും LDF-കാരനുമായ MK വർഗീസിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതാപൻ. താൻ പാർലമെന്റ് മെമ്പറായിരുന്ന കാലത്ത് തൃശൂർ കോർപ്പറേഷന്റെ വികസനത്തിനായി MP ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും നൽകിയില്ലെന്നാണ് MK വർഗീസിന്റെ ആരോപണവും കളിയാക്കലും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിന്റെ പോരാളിയായ പ്രതാപന് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. LDF മേയറുടെ BJP വിധേയത്വം പച്ചയ്ക്ക് പറഞ്ഞ് പ്രതിരോധിച്ചിരിക്കുകയാണ് പ്രതാപൻ. അടുത്തിടെ MK വർഗീസ് BJPയെ പ്രകീർത്തിച്ച് സംസാരിച്ചുവെന്നും അത് അദ്ദേഹം സംഘപരിവാറുമായി ഉണ്ടാക്കിയ ധാരണയുടെ പ്രതിഫലമാണെന്നുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പക്ഷം. പുതിയ MP അതായത് BJPയുടെ സുരേഷ് ഗോപി വന്നതിനു ശേഷമാണ് തൃശൂരിന് MP ഫണ്ട് കിട്ടിത്തുടങ്ങിയതെന്നുമൊക്കെയാണ് മേയറുടെ വാദം. സുരേഷ് ഗോപി 1 കോടി രൂപയാണ് നൽകിയതെന്നും മേയർ പറയുകയുണ്ടായി. താൻ തൃശൂർ കോർപ്പറേഷന് വേണ്ടി ചെലവാക്കിയ തുകയുടെ കണക്കും ഇത് സംബന്ധിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ TN പ്രതാപൻ വിവരിക്കുന്നുണ്ട്. 2019 മുതൽ 2025 വരെ 3,57,72,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്റെ MP ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചതെന്ന് പ്രതാപൻ കുറിച്ചു. പച്ചനുണ വിളമ്പുകയാണ് മേയർ എന്ന വാദത്തോടെയാണ് TN പ്രതാപന്റെ പ്രത്യാക്രമണം. സുരേഷ് ഗോപി ചോദിച്ചതുപോലെ തൃശൂർ കോർപ്പറേഷൻ അങ്ങ് കൊടുക്കുകയാണ് LDF മേയർ എന്നും അത് സംഘപരിവാറുമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണെന്നും പ്രതാപൻ ആഞ്ഞടിച്ചു. ഇതുകൊണ്ടൊന്നും പ്രതാപന്റെ കലി അടങ്ങുന്നില്ല. RSSകാർ മേയർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാവുമെന്നും അത് മേയർ തന്നെ കൃത്യമായി എണ്ണി പറയണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തനിക്ക് RSSകാർ എന്തെങ്കിലും തരുന്നെങ്കിൽ അത് MP ഫണ്ടാണെന്നും പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാൻ നോക്കണ്ട എന്നും പ്രതാപൻ പറയുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുകയാണ് LDF മേയർ. ഇങ്ങനെയുള്ള ഒരാളെ CPM എന്തിനാണ് മേയർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നതെന്നും TN പ്രതാപൻ ചോദിക്കുന്നു. LDFന്റെ മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് BJPക്ക് വേണ്ടി പ്രചാരണം നടത്തുകയാണ് MK വർഗീസ് എന്നും അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവ് പറയുന്നു. മേയറുടെ ചെയ്തികൾ കണ്ടാൽ അത് പിണറായി, രാജീവ് ചന്ദ്രശേഖർ ഡീലാണെന്ന് പോലും തോന്നിപ്പോകുമെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ വരവാകുമ്പോൾ ഇത്തരം ഒരു വാക്പോര് കോൺഗ്രസിനും LDFനും ഒരുപോലെ ബാധിച്ചേക്കാം. ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന LDFും പ്രതിച്ഛായ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ UDFും കച്ചകെട്ടി ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. BJPക്കും സുരേഷ് ഗോപിക്കും ഈ വിഷയത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. കാരണം തൃശൂർ ജനതയുടെ മുന്നിൽ സുരേഷ് ഗോപിയുടെ പണം നാടിന്റെ വികസനത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയാതെ പറയുകയാണ്.